കോഹ്ലി ഇൻസ്റ്റാ മൊത്തം ഇപ്പൊ കോഹ്ലി രോഹിത്താണല്ലോ. അതന്നെയല്ലേ പറയുന്നേ, ഇവരിപ്പൊ ക്യാപ്റ്റന്മാർ പോലും അല്ലല്ലോ, പിന്നെന്താ ഇവരെ കളിയാണ് ഇത്ര ആവേശം? രോഹിത്തും കോഹ്ലിയും ക്യാപ്റ്റന്മാരായതിനു ശേഷമുള്ള കളിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിന് മുന്നേ അവർക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. അതിനു മുന്നേ അവരെന്ന് എഴുതി. പണ്ട് ധോണി ക്യാപ്റ്റനായ സമയത്ത് ഇവർ ഓസ്ട്രേലിയൻ്റെ ഒപ്പം ഒരു 360 റണ്ണ് ചെയ്യിച്ചിട്ടുണ്ട്. അതും 6 ഓവർ ബാക്കിയുള്ളവരോ. 6 ഓവർ ബാക്കിയുള്ളവരാ ഓസ്ട്രേലിയന്റെ പേരാ? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല. എന്നാ പിന്നെ അന്നാ കളി ജയിച്ചത് 9 വിക്കറ്റ് ബാക്കിയുള്ളവരാന്ന് പറഞ്ഞാല് നിങ്ങൾ തീരെ വിശ്വസിക്കൂല. അന്ന് ധവാൻ എടുത്തത് 95 റണ്ണാണ്. ചങ്ങായി ഇപ്പം കളിക്കുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ രോഹിത്തും കോഹ്ലിയും. രോഹിത്ത് അന്ന് എടുത്തത് 141 റണ്ണ്. പിന്നെ വന്ന കോഹ്ലി 52 ബോളിലാണ് സെഞ്ചുറി എടുത്തത്. ഇന്ത്യക്കാരൻ്റെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി. ഇവർ ഇങ്ങനത്തെ കുറേ ഇന്നിങ്സുകൾ കണ്ടോണ്ടാണ് രോഹിത്തിൻ്റെയും കോഹ്ലിൻ്റെയും കളി കാണാൻ നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്നു. മനസ്സിലായോ? എന്ത് ചെയ്തിട്ടാലും 2027 വേൾഡ് കപ്പ് അടിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കോഹ്ലിനെയും രോഹിത്തിനെയാണ് നമ്മളെ സെലക്ടർമാർ പുറത്താക്കാൻ കളിക്കുന്നത്. നമുക്ക് കണ്ടറിയാം ഓസ്ട്രേലിയയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്.